നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പുഷ്പോത്സവത്തിന് ഊട്ടിയിലേക്ക് സഞ്ചാരികൾ ഒഴുകി തുടങ്ങി. ഇന്ത്യൻ ജനത നാളെ 4ാം ഘട്ട വിധി കുറിക്കും. ഹരിഹരന്റെ അശ്ലീല പ്രസംഗം പരാതി നൽകി ഡിവൈഎഫ്ഐ. മലനിരകളുടെ മനോഹാരിത ആസ്വദിക്കാം. കൊല്ലം ചെങ്കോട്ട പാതയിൽ ചെന്നൈയിലേക്ക് ട്രെയിൻ. ഡൽഹിയിൽ വിമാനത്താവളത്തിനും ആശുപത്രികൾക്കും ബോംബ് ഭീഷണി. ഗാർഗിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയം, മരണസംഖ്യ 300 കടന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട പോളിംഗ് നാളെ നടക്കും. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 4ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളായി കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് പോളിംഗ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള ആകെയുള്ള 175 സീറ്റിലേക്കും ഒഡീഷ നിയമസഭയിൽ 28 സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിലെ ചില നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വോട്ടെടുപ്പ് സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4ാം ഘട്ടത്തിൽ കാലാവസ്ഥയുടെ കാര്യത്തിൽ ആശങ്കകളൊന്നുമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം. കാലാവസ്ഥ സാധാരണഗതിയിലാകുമെന്നും താപനില സാധാരണ നിലയും താഴെയായിരിക്കുമെന്നുമാണ് പ്രവചനം. പോളിംഗ് ദിനത്തിൽ ഉഷ്ണതരംഗ സാധ്യതയില്ലെന്നും പ്രവചനമുണ്ട്. എന്നിരുന്നാലും സമ്മതിദായകരുടെ സൗകര്യാർത്ഥം കുടിവെള്ളം, ഷാമിയാന, ഫാൻ തുടങ്ങി ചൂടിനെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ ആശുപത്രികൾക്കും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും നേരെ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. വൈകിട്ട് 3:15 ബുറാരയിലെ സർക്കാർ ആശുപത്രിയിലാണ് ആദ്യ ഭീഷണി എത്തിയത്. ഉടൻ തന്നെ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. തുടർന്ന് 4:30 സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിൽ ഭീഷണി സന്ദേശം എത്തിയത്. ആശുപത്രികളിൽ ഇപ്പോഴും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വ്യാജ ഭീഷണിയായിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനം. തുടർന്നാണ് ഏകദേശം 10ഓളം ആശുപത്രികൾക്ക് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതായി കണ്ടെത്തിയത്. 6:15 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഭീഷണി സന്ദേശം എത്തിയത്. പരിശോധന തുടരുകയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. പുഷ്പ സൗന്ദര്യം തേടി ഊട്ടിയിലേക്ക് സഞ്ചാരികൾ ഒഴുകി തുടങ്ങി. 126ാമത് ഊട്ടി പുഷ്പമേള ബോട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചപ്പോൾ ആദ്യ 2 ദിനം 10,000 എത്തി. 20 വരെയാണ് പുഷ്പോത്സവം. റോസ് ഗാർഡനിലും സഞ്ചാരികളുടെ തിരക്കായി. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചറൽ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള. സസ്യോദ്യാനത്തിൽ പ്രത്യേകമായി 35,000 പൂച്ചട്ടികൾ ഒരുക്കിയിട്ടുണ്ട്. വിടർന്നു നിൽക്കുന്ന പൂക്കൾക്കൊപ്പം വിവിധ പുഷ്പരൂപങ്ങളുമുണ്ട്. 1,00,000 പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഡിസ്നി വേൾഡിന്റെ മാതൃകയും 80,000 പൂക്കൾ കൊണ്ട് തീർത്ത പർവ്വത തീവണ്ടിയുടെ എൻജിൻ മാതൃകയും ആകർഷകങ്ങളാണ്. വന്യജീവി സംരക്ഷണത്തിന്റെ സന്ദേശവുമായി റോസ് ഗാർഡനിൽ പൂക്കൾ കൊണ്ടുള്ള മൃഗരൂപങ്ങളുണ്ട്. ആന, നീലഗിരി വരയാട്, കടുവ, പ്രാവ്, കാട്ടുപോത്ത് തുടങ്ങിയ രൂപങ്ങളാണുള്ളത്. കൊറോണേഷൻ റോസ ക്രിസാന്തമം പൂക്കൾ കൊണ്ടാണ് രൂപങ്ങൾ തീർത്തത്. ഊട്ടിയിൽ പ്രവേശിക്കാൻ പാസ് ഏർപ്പെടുത്തിയത് സഞ്ചാരികളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിലേതുപോലുള്ള തിരക്ക് ഇത്തവണ ആയിട്ടില്ല. തിരക്ക് നിയന്ത്രിക്കുന്നതിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കോടതി ഉത്തരവ് പ്രകാരമാണ് പാസ് ഏർപ്പെടുത്തിയത്. ചെക്ക് പോസ്റ്റുകളിലും പാസ് എടുക്കാം. കേരള, തമിഴ്നാട് സർക്കാരുകളുടെ ബസ്സുകളിൽ എത്തുന്നവർക്കും തദ്ദേശീയർക്കും പാസ് ആവശ്യമില്ല. ബോട്ടാണിക്കൽ ഗാർഡനിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് പ്രദേശവാസികളുടെ വരവിനെ ബാധിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അഫ്ഗാനിസ്ഥാനിലെ വടക്കൻ പ്രവിശ്യയായ ബംഗ്ലാനിലുണ്ടായ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 300 കടന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ വെള്ളപ്പൊക്കത്തിൽ കാണാതായിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുണ്ട്. ആയിരക്കണക്കിന് വീടും കെട്ടിടങ്ങളും തകർന്നു. പലയിടത്തും കൃഷിഭൂമി ഉൾപ്പെടെ ഒലിച്ചുപോയി. ബംഗ്ലനെ കൂടാതെ വടക്കുകിഴക്കൻ മധ്യഗോർ, പടിഞ്ഞാറൻ ഹെറാത്ത് തുടങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ 3 പ്രവിശ്യകളിലും പ്രളയനാശം വിതച്ചു. പ്രളയത്തിൽ റോഡുകൾ ഉൾപ്പെടെ ഒലിച്ചുപോയതിനാൽ പലയിടത്തും ജനങ്ങൾ ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയും രംഗത്തുണ്ട്. പ്രദേശത്ത് ഭക്ഷണ വിതരണം ആരംഭിച്ചതായി UN ഭക്ഷ്യ ഏജൻസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. UDF വേദിയിൽ KK ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരെ അശ്ലീല പ്രസംഗം നടത്തിയ RMP നേതാവ് KS ഹരിഹരനെതിരെ DGPക്ക് പരാതി നൽകി DYFI. സ്ത്രീത്വത്തെ അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും DYFI നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു.
വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് UDF വേദിയിൽ RMPI നേതാവ് ഹരിഹരൻ നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. UDF വേദിയിൽ KK ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരെ അശ്ലീല പ്രസംഗം നടത്തിയ RMP നേതാവ് KS ഹരിഹരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനാധിപത്യ മഹിളാ അസോസിയേഷനും വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വടകരയിൽ UDF സംഘടിപ്പിച്ച യോഗത്തിലാണ് ഹരിഹരൻ സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയത്. KK രമ MLA-യും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലിരിക്കെയാണ് ഹരിഹരൻ അശ്ലീല പ്രസംഗം നടത്തിയത്. നേതാക്കൾ ഒരു വേദിയിൽ വെച്ചോ ഹരിഹരനെ തിരുത്തിയില്ല. എന്നാൽ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ പ്രസംഗിച്ചത് അനുചിതമായി പോയി എന്ന വിശദീകരണവുമായി ഹരിഹരൻ രംഗത്തെത്തി. വിഷയം ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നായിരുന്നു രമയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വിമാനത്തിൽ നിന്നും ചാടുമെന്ന് ഭീഷണി. എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരൻ അറസ്റ്റിൽ. യാത്രക്കിടെ ജീവനക്കാർക്കും സഹയാത്രികർക്കും പ്രശ്നമുണ്ടാക്കുകയും വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്ത എയർ ഇന്ത്യ യാത്രക്കാരൻ അറസ്റ്റിൽ. ദുബായ് മംഗളൂരു എയർ ഇന്ത്യ വിമാനത്തിലായിരുന്നു സംഭവം. കണ്ണൂർ സ്വദേശിയാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെയ് 8-നായിരുന്നു സംഭവം. ദുബായിൽ നിന്നും മംഗളൂരുവിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനത്തിലാണ് ഇയാൾ പ്രശ്നമുണ്ടാക്കിയത്. സഹയാത്രികർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുകയായിരുന്നു. ഒടുവിൽ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. ഭീഷണി മുഴക്കിയതോടെ സഹയാത്രികരും ജീവനക്കാരും പരിഭ്രാന്തരായി. മംഗളൂരുവിൽ വിമാനമെത്തിയ ശേഷം ജീവനക്കാരുടെ പരാതിയിൽ എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാർ മുഹമ്മദിനെ പിടികൂടുകയും പോലീസിന് കൈമാറുകയുമായിരുന്നു. മെയ് 9 രാവിലെയാണ് വിമാനം മംഗളൂരിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മലനിരകളുടെ മനോഹാരിത ആസ്വദിക്കാം. കൊല്ലം ചെങ്കോട്ടപ്പാതയിൽ ചെന്നൈയിലേക്ക് ട്രെയിൻ. കൊച്ചുവേളിയിൽ നിന്നും കൊല്ലം പുനലൂർ ചെങ്കോട്ടപ്പാതയിലൂടെ ചെന്നൈയിലേക്ക് AC സ്പെഷ്യൽ ട്രെയിൻ സർവീസ്. 50 വർഷത്തിനു ശേഷമാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഇതുവഴി സർവീസ് നടത്താൻ റെയിൽവേ തയ്യാറായത്. പാത ബ്രോഡ്ഗേജ് ശേഷം ആദ്യമായാണ് പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരിത ആസ്വദിക്കും വിധം ദക്ഷിണ റെയിൽവേ സർവീസ് തുടങ്ങുന്നത്. മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ ചെങ്കോട്ട വഴി തിരുവനന്തപുരം ചെന്നൈ സർവീസ് ഉണ്ടായിരുന്നു. താമ്പരം കൊച്ചുവേളി AC സ്പെഷ്യൽ വ്യാഴം ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രി 9:40 പുറപ്പെട്ട് പിറ്റേ ദിവസം പകൽ 1:40 കൊച്ചുവേളിയിലെത്തും. മടക്ക ട്രെയിൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ പകൽ 3:35 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 7:35 താമ്പരത്ത് എത്തും. ചെങ്കൽപ്പേട്ട, മേൽമറവത്തൂർ, വീഴുപുരം, വിരുതാംചലം, തിരുച്ചിറപ്പള്ളി, ഡിണ്ടിഗൽ, മധുര, വിരുദനഗർ, ശിവകാശി, ശ്രീവില്ലിപുത്തൂർ, രാജപാളയം, ശങ്കരൻകോവിൽ, പാമ്പാക്കോവിൽ, ഷാണ്ടി, കടയന്നല്ലൂർ, തെങ്കാശി, തെന്മല, പുനലൂർ, ആവിനീശ്വരം, കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുള്ളത്. വിഴുപുരത്ത് സ്റ്റോപ്പുള്ളതിനാൽ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകുന്നവർക്കും സർവീസ് സഹായമാണ്. 14 തേർഡ് AC ഇക്കണോമി കോച്ചുകളാണ് ട്രെയിനിൽ ഉണ്ടാവുക. റിസർവേഷൻ ആരംഭിച്ചു. കൊച്ചുവേളി ചെന്നൈ ടിക്കറ്റ് നിരക്ക് 1335 രൂപ. താമ്പരത്തിനുള്ള സർവീസ് 16 മുതലും കൊച്ചുവേളിയിൽ നിന്നുള്ളത് 17-നും ആരംഭിക്കും. ഇരുദിശയിലും 14 ട്രിപ്പുകളാണ് ഉണ്ടാവുക. ജൂൺ വരെയാണ് സ്പെഷ്യൽ സർവീസ് എങ്കിലും യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ദീർഘിപ്പിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മൊയാരത്ത് ശങ്കരൻ അനുസ്മരണം നാളെ. സ്വതന്ത്ര സമര സേനാനിയും രക്തസാക്ഷിയുമായ മൊയാരത്ത് ശങ്കരന്റെ 76-ാം രക്തസാക്ഷി ദിനാചരണം തിങ്കളാഴ്ച ആചരിക്കും. രാവിലെ 11-ന് തെക്കി ബസാർ മൊയാരത്ത് ശങ്കരൻ സ്മാരക ലൈബ്രറിയിലാണ് അനുസ്മരണം. മൊയാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം ജൂൺ മാസം തോമസ് ഐസക്കിന് നൽകും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തയ്യൽ മെഷീൻ വിതരണം തുടങ്ങി. APJ അബ്ദുൽ കലാം ലൈബ്രറി നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ തയ്യൽ മെഷീൻ വിതരണം നടത്തി. 50% സബ്സിഡിയോടെ നൽകുന്ന മെഷീൻ വിതരണോദ്ഘാടനം ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ EK സിറാജ് ഉദ്ഘാടനം ചെയ്തു. PK ബൈജു, രാജീവൻ കട്ടമ്പള്ളി എന്നിവർ സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിലും മെഷീൻ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ബിന്ദു സജിത് കുമാറിന്റെ അനുസ്മരണം നടത്തി. ഗായികയും അധ്യാപികയും അവതാരികയുമായ
ബിന്ദു സജ്കുമാറിനെ സാംസ്കാരിക ആർട്ടിസ്റ്റ് വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം ഗായകൻ ഡോക്ടർ കാനങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ കെ.എൻ. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജി. വിശാഖൻ മുഖ്യപ്രഭാഷണം നടത്തി. എച്ച്. വിൽഫ്രഡ് ചിമ്മിക്കിടറങ്ങ, വൈസ് ചെയർമാൻ രാജേഷ് പാലങ്ങാട്ട്, കൃഷ്ണകുമാർ മാങ്കോവ്, സതീശൻ ചെമ്പിലോട്, ഹരിദാസ് ചെറുകുന്ന്, ആർട്ടിസ്റ്റ് ശശികല, ഷീബ ചിമ്മിണിയൻ, ടി. കെ. സരസമ്മ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തായമ്പുയിൽ സപ്ത്ര ഹാഷ്മി സ്മാരക ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ 8ാമത് എൻ ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം CV നാരായണന്. തായമ്പുയിൽ സപ്ത്ര ഹാഷ്മി സ്മാരക ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ 8ാമത് എൻ ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം ബക്കളം സ്വദേശി CV നാരായണന്. അന്തർ ഉൾപ്പെടെ ശാരീരിക പരിമിത നേരിടുന്ന സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്ന 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മെയ് 18 വൈകിട്ട് 6 തായമ്പുയിൽ ചേരുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പുരസ്കാരം സമ്മാനിക്കും. അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ എൻ ഉണ്ണികൃഷ്ണന്റെ സ്മരണക്കായി ജനകീയ പങ്കാളിത്തത്തോടെ ജില്ലാ തലത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നിർണയിച്ചത് കൊടുവള്ളി ബാലൻ അധ്യക്ഷനായ സമിതിയാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇന്നലെ ബീഹാറിലെ സമസ്തിപൂരിൽ വച്ചായിരുന്നു പരിശോധന. നേരത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ സമാനമായ രീതിയിൽ പരിശോധന നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നും പ്രതിപക്ഷ നേതാക്കളെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളെ ഇത്തരത്തിൽ പരിശോധിക്കുന്നത് പതിവാണെന്നും NDAയുടെ ഉന്നത നേതാക്കളുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പരിശോധന നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സൽമാൻ നിസാർ കണ്ണൂരിനെ നയിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന KCA സ്റ്റേറ്റ് ലീഗ് NSK ട്രോഫിക്കുള്ള കണ്ണൂർ ജില്ലാ ടീമിനെ രഞ്ജി ട്രോഫി താരം സൽമാൻ നിസാർ നയിക്കും. 14 ജില്ലകളിലും കമ്പൈൻ ഡിസ്ട്രിക്ട് ടീമും അടക്കം 15 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലാണ് കണ്ണൂർ. കണ്ണൂർ മെയ് 13 തിരുവനന്തപുരവുമായും 14 കോട്ടയവുമായും 15 വയനാടുമായും 16 കമ്പൈൻഡ് ഡിസ്ട്രിക്റ്റുമായും ഏറ്റുമുട്ടും. മറ്റു ടീമുകൾ വരുൺ നായനാർ, MP സിരു, ഒമർ അബൂബക്കർ, സംഗീത് സാഗരി, EP വൈഷ്ണവ്, P നീരജ്, ധീരജ് പ്രേം, രാഹുൽ, ശശി, PP ബദറുദ്ദീൻ, അർജുൻ, സുരേഷ്, തേജസ്, വിവേക്, അഖിൽ, നൌഷർ, CTK റസീൽ, ഷബീർ ഷാദ്. റിസർവുകൾ EC അഭിനന്ദ്, മുഹമ്മദ് സജീർ, പാർത്തിൽ ജയേഷ്, നന്ദു കൃഷ്ണ. പരിശീലകൻ ബിജുദാസ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ആരോഗ്യവകുപ്പ് സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും RMAയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങളാണ് ജില്ലാ ആശുപത്രി എത്തിച്ചേർന്നത്. പിന്നീട് ഇയാളെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്നും ചികിത്സ നൽകാതെ പറഞ്ഞുവിട്ടെന്നാണ് ആരോപണം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.